ഈ വീഡിയോയിൽ ഇന്നത്തെ ജിയോ പൊളിറ്റിക്കൽ അപ്ഡേറ്റ്സ് ആണ് നമ്മൾ നോക്കുന്നത്. അതിൽ ട്രംപിന് നാറ്റോയിൽ ഭയങ്കര അപ്രിസിയേഷൻ. ട്രംപ് ഈ ലോകത്തിൻ്റെ തന്നെ ഡാഡിയാണെന്നാണ് നാറ്റോയുടെ മാർക്ക് ട്രൂട്ടോ പറഞ്ഞിരിക്കുന്നത്. നാറ്റോയുടെ ചീഫ് ഭയങ്കര അപ്രിസിയേഷനാണ്. ഇനിയിപ്പം ട്രംപിനെ പൊക്കി മേളിൽ കൊണ്ട് വെച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ അത് ഏത് അവസ്ഥയിൽ അവസാനിച്ചെന്ന് പറഞ്ഞാൽ ട്രംപ് ഉക്രൈന് കുറച്ച് അകമഴിഞ്ഞ് സഹായം നൽകിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് പറയാം. കാരണം അതിലൊരു വളരെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു അമേരിക്കയുടെ ഒരു ഇൻഡയറക്റ്റ് പ്ലാൻ അതിനകത്തുണ്ട്. ഇൻ്റലിജൻസിൻ്റെ തന്നെ പ്ലാൻ തന്നെയാണ്. നാറ്റോ സഖ്യവും യൂറോപ്യൻ യൂണിയനും ഇൻഡയറക്റ്റ് ആയിട്ട് ഹെൽപ്പ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ ഉക്രൈൻ്റെ വാർ 2 വർഷത്തേക്ക് കൂടി എക്സ്റ്റെൻഡ് ചെയ്യാൻ രഹസ്യമായിട്ട് ഉക്രൈനെയും നാറ്റോ മെമ്പേഴ്സിനെയും മാത്രം വെച്ചിട്ട് ഒരു സീക്രട്ട് മീറ്റിംഗ് ട്രംപ് ഇന്ന് നടത്തിയിട്ടുണ്ടായിരുന്നു. ആ മീറ്റിംഗ് കഴിഞ്ഞിട്ട് ട്രംപ് പുറത്ത് വന്നിട്ട് പറഞ്ഞത് ഉക്രൈനിലെ സെലൻസ്കി വളരെ കോൺഫിഡൻ്റ് ആണ്. ഈ ഒരു യുദ്ധം എക്സ്റ്റെൻഡ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഫുൾ കപ്പാസിറ്റി ഉണ്ട് എന്ന് സ്വയമേ തന്നെ പറഞ്ഞിരിക്കുകയാണ്. ട്രംപിൻ്റെ അടുത്ത് കട്ടയ്ക്ക് നെഞ്ചും മരിച്ചെന്ന് പറഞ്ഞത് റഷ്യയിലെ ഞാൻ അടിച്ച് റെഡിയാക്കി തരാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ചില നടപടിക്രമങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വരാം. അതിന് മുമ്പായിട്ട് മിഡിൽ ഈസ്റ്റിൽ കുറച്ച് കാര്യങ്ങൾ നോക്കേണ്ടതുണ്ട്. അതിൽ വളരെ നിർണായകമായിട്ടുള്ള ചില പോയിന്റുകളാണ് ഇവിടെ പറയുന്നത്. അതിൽ ട്രംപ് ഒരു പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് ട്രംപ് പറഞ്ഞത് ഇറാനും ഇസ്രായേലും തമ്മിൽ വീണ്ടും ഒരു യുദ്ധത്തിനുള്ള സാധ്യതയുണ്ട്. അതും വളരെ വൈകാതെ തന്നെ. ദേ വിൽ റെസ്യൂം ദ വാർ സൂൺ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ട്രംപിന് ഈ ഇസ്രായേലിനെ പിടിച്ചു നിർത്തി ഇറാനിന് ആഘോഷിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തതിൽ നല്ല രീതിയിലുള്ള വിഷമമുണ്ട്. പുള്ളിയുടെ ആ ഒരു ആറ്റിറ്റ്യൂഡിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. കാരണം ഇന്നും ഇറാന്റെ പാർലമെന്റിന്റെ ഉള്ളിൽ ഇതേ സ്ലോഗൻ, ഡെത്ത് ടു അമേരിക്ക, ഡെത്ത് ടു ഇസ്രായേൽ, ഈ രീതിയിലുള്ള സ്ലോഗൻ ഇറാന്റെ പാർലമെന്റിൽ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ അമേരിക്കയുടെ ഉള്ളിൽ പെൻറ്റഗൺ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ CNN-നെതിരെയും ന്യൂയോർക്ക് ടൈംസിനെതിരെയും അവർ ലീഗലി പേപ്പർ മൂവ് ചെയ്തിരിക്കുകയാണ്. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ എന്ത് സോഴ്സിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ അമേരിക്കൻ ഗവൺമെൻറ്, അമേരിക്കൻ ഇൻ്റലിജൻസ് ഏജൻസി, അമേരിക്കയുടെ പെൻറ്റഗൺ ഉൾപ്പെടെയുള്ള, അതായത് നമ്മുടെ രാജ്യം, അമേരിക്ക എന്ന് പറഞ്ഞ ഒരു രാജ്യം നടത്തിയ ഒരു അറ്റാക്കിനെ ഏത് രീതിയിലാണ് നിങ്ങൾ ഇങ്ങനെ വില കുറച്ച് കാണുന്നത്, അതിന് നിങ്ങൾക്ക് എന്ത് രീതിയിലുള്ള എവിഡൻസ് പ്രൂഫാണ് നിങ്ങളുടെ കയ്യിലുള്ളത് എന്നുള്ള ചോദ്യം ചോദിച്ചുകൊണ്ടുള്ള ഒരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. ഇനി CNN-നും ന്യൂയോർക്ക് ടൈംസും ഇനി അവർക്ക് കിട്ടിയ സോഴ്സ് എന്താണെന്നുള്ളത് അവർ റിവീൽ ചെയ്യേണ്ടി വരും. ഇറാന്റെ ഉള്ളിൽ ഏതാണ്ട് 900 പേരെ മൊസാദുമായിട്ട് ലിങ്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. 900 പേരെ. അതിലുപരിയായിട്ട് 10,000 ഡ്രോൺ ഇസ്രായേലിന്റെ ഡ്രോൺ ഇറാന്റെ ഉള്ളിൽ നിന്നും ഈ മൊസാദ് കൺട്രോൾ ചെയ്ത് വെച്ചിരുന്ന ഇറാന്റെ ഉള്ളിലേക്ക് ആക്രമണം നടത്താൻ വേണ്ടിയിട്ട് പദ്ധതിയിട്ട് വെച്ചിരുന്ന ഡ്രോണുകളാണ് കൈപ്പറ്റിയതായിട്ട് ഇറാൻ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതിലൊരു കാര്യം മനസ്സിലാക്കണം, 10,000 ഡ്രോണുകളാണ് ഇപ്പോൾ അവർ പിടിച്ചെടുത്തിരിക്കുന്നത്. 900 ആൾക്കാരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി എത്ര പേരുണ്ടെന്നുള്ളത് ഒരു നിശ്ചയമില്ല. ഇറാൻ അതേപോലെ കമ്മ്യൂണിക്കേഷൻ അവിടുത്തെ ഇറാന്റെ ഉള്ളിൽ ബ്ലാക്ക് ഔട്ട് ചെയ്തിരുന്നല്ലോ. ഈ യുദ്ധം തുടങ്ങിയത് തൊട്ട് അവിടെ ബ്ലാക്ക് ഔട്ടാണ്. ഇന്റർനെറ്റ് കമ്മ്യൂണിക്കേഷൻസ് എല്ലാം തന്നെ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരുന്നു. അത് ഇന്ന് മുതൽ അവർ ആക്ടിവേറ്റ് ചെയ്തിരിക്കുകയാണ്. എന്നിട്ട് ആ മിനിസ്റ്റർ ഒരു അപ്പോളജിയും കൂടി പറഞ്ഞിട്ടുണ്ട് പൊതുജനങ്ങൾക്ക്. നിങ്ങൾ ക്ഷമിക്കണം, കാരണം നമുക്ക് ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ, ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമുക്ക് ഇങ്ങനെ ചെയ്യേണ്ടി വന്നു എന്നുള്ള രീതിയിൽ ഖേദം പ്രകടിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ വീണ്ടും കമ്മ്യൂണിക്കേഷൻ ആക്ടിവേറ്റ് ആയിരിക്കുകയാണ്. ഇതും ഒരു ഡേഞ്ചർ തന്നെയാണ്. കാരണം മൊസാദിന്റെ പ്രസൻസ് ഇനി എത്രത്തോളം ആ രാജ്യത്തിന്റെ ഉള്ളിൽ ഉണ്ട് എന്നുള്ളതിനെ കുറിച്ച് യാതൊരു വിവരവും ഇല്ല എന്നുള്ളതാണ്. ക്ലിയർ ആയിട്ടുള്ള ഡേറ്റ ഒന്നും ഇറാന്റെ പക്കലില്ല. എന്നാൽ മൊസാദിന്റെ ഡേവിഡ് ബാർണർ ഇസ്രായേലിന്റെ ഉള്ളിൽ ഇന്നൊരു വെടിക്കെട്ട് സ്പീച്ച് നടത്തി. പുള്ളി പറഞ്ഞിട്ടുള്ളത് മൊസാദ് വിൽ കണ്ടിന്യൂ അവർ ഓപ്പറേഷൻ ഇൻ ഇറാൻ. നല്ല വെടിപ്പായിട്ട് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട്, ഓപ്പൺ ആയിട്ട് തന്നെ പറഞ്ഞിരിക്കുന്നത്. ഇതേ ശരിക്കും പറഞ്ഞാൽ ഇറാനും പറയുന്നുണ്ട്. ഇറാൻ പറയുന്നത് ഞങ്ങൾ ന്യൂക്ലിയർ ആയുധം തയ്യാറാക്കാൻ റെഡിയാണ്. കാരണം ഇസ്രായേലും അമേരിക്കയും ചേർന്ന് നടത്തിയ ആക്രമണത്തിൽ ഈ ന്യൂക്ലിയർ സ്റ്റേഷൻസ് അഥവാ ഫെസിലിറ്റീസ് എല്ലാം നശിപ്പിക്കപ്പെട്ടു എങ്കിലും ഈ യെല്ലോ കേക്ക് എന്ന് പറയുന്ന ഇതിന്റെ റോ മെറ്റീരിയൽ ബേസിസിൽ കിട്ടുന്ന യുറേനിയം 239 കാറ്റഗറി, അതിൽ നിന്നും 235 കാറ്റഗറിയിലേക്ക് മാറ്റുമ്പോഴാണ് ഈ ഒരു എൻറിച്ച്മെന്റ് പ്രോസസ് നടക്കുന്നത്. ഇതിൽ 5%, 7%, 5%, 20% ഇതൊക്കെ എനർജി പർപ്പസിന് വേണ്ടിയിട്ട് എൻറിച്ച്മെന്റ് ചെയ്യുന്നതാണ്. പക്ഷേ 20+ തുടങ്ങുന്നെങ്കിൽ 20 മുതൽ അങ്ങോട്ട് യുറേനിയം എൻറിച്ച്മെന്റ് നടത്തുന്നു എങ്കിൽ അത് നിങ്ങൾ അണുവായുധം ഉണ്ടാക്കാനാണ് എന്നുള്ളത് ഉറപ്പിക്കാം. അപ്പം ഇറാന്റെ പക്കലുണ്ടായിരുന്നത് 60% എൻറിച്ച്മെന്റ് ചെയ്യപ്പെട്ട യുറേനിയമാണ്. തീർച്ചയായിട്ടും അവർ അണുവായുധത്തിലേക്ക് തന്നെയാണ് അവർ മുന്നോട്ട് പോകുന്നത്. അത് വളരെ ഉറപ്പിച്ച കേസാണ്. പക്ഷെ ഇപ്പോൾ ആ ഒരു മെറ്റീരിയലും കൂടി കാണാനില്ല. ഇനി ഇവർ വാർഹെഡ് വല്ലതും ഉണ്ടാക്കി എവിടെയെങ്കിലും ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടോ? മൊത്തത്തിൽ തന്നെ ഒരു എൻറിച്ച്ഡ് യുറേനിയം ഏതാണ്ട് 900 പൗണ്ടോളം ഇവർ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഏതാണ്ട് ഒരു 8-9 ആണവായുധം ഉണ്ടാക്കാൻ ശേഷിയുള്ള തരത്തിലുള്ള ക്വാണ്ടിറ്റി ആണെന്നാണ് IAEA അഭിപ്രായപ്പെടുന്നത്. IAEA ഇപ്പോൾ അകത്ത് വിടുന്നില്ല. അതുകൊണ്ട് തന്നെ പ്രശ്നം വീണ്ടും തുടങ്ങിയിരിക്കുകയാണ്. ട്രംപിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ഒരു സ്റ്റേറ്റ്മെന്റും കൂടി ഇറാന്റെ സൈഡിൽ നിന്ന് വന്നിട്ടുണ്ട്. അത് ട്രംപിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല, ഇറാന്റെ റിയാലിറ്റി അവർ പറയുന്നതാണ്. അമേരിക്ക ബങ്കർ ബസ്റ്റർ വെച്ച് ആക്രമിച്ച 3 ന്യൂക്ലിയർ ഫെസിലിറ്റീസും നല്ല രീതിയിൽ തകർന്നടിഞ്ഞിട്ടുണ്ട്. അത് റീയൂസ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്നാണ് ഇറാന്റെ സൈഡിൽ നിന്ന് വരുന്ന സ്റ്റേറ്റ്മെന്റ്.
ഏതായാലും അത് ഓക്കെ, ഒരു പരിധി വരെ അമേരിക്കയ്ക്കും ട്രംപ് ചെയ്തൊരു പ്രവർത്തിക്കും അവർക്കൊരു പ്രൗഡായിട്ട് ഫീൽ ചെയ്യാം. പിന്നെ ഇതുപോലെ തന്നെയാണ് ഇറാന്റെ ഉള്ളിലുള്ള ഓരോ കാര്യങ്ങളും. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് വന്ന സ്ഥിതിക്ക്, അതായത് ഇറാൻ തന്നെ ഈ ഒരു വിഷയം പുറത്തുവിട്ട സ്ഥിതിക്ക് ട്രംപിന് കുറച്ച് ക്രെഡിബിലിറ്റി വന്നിരിക്കുകയാണ്. അതായത് ഞാൻ ചെയ്ത അറ്റാക്ക് ശരിയാണ് എന്ന്, ഞാൻ ചെയ്ത അറ്റാക്ക് ശരിയാണ്, ഞങ്ങൾ കറക്റ്റ് ആയിട്ടുള്ള ടാർഗറ്റ് തന്നെയാണ് അറ്റാക്ക് ചെയ്തത് എന്നുള്ള രീതിയിൽ ഒരു കോൺഫിഡൻസ് റീഗെയിൻ ചെയ്തതായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ട്രംപിന്. പക്ഷേ ഇപ്പോൾ ട്രംപ് 2-3 വിഷയങ്ങൾ ഇതിനകത്ത് നമ്മൾ ഇതിൻ്റെ 2-3 വിഷയങ്ങൾ ഈ ഒരു യുദ്ധം നിർത്തിയതുമായിട്ട് ബന്ധപ്പെട്ട് ഇതിൻ്റെ പുറകിൽ 2-3 വിഷയങ്ങൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പറഞ്ഞാൽ, ചൈനയുടെ അതിശക്തമായ പ്രഷർ കൊണ്ടാണ് റഷ്യ അമേരിക്ക പുഷ് ചെയ്ത ടൈമും അമേരിക്ക ഇറാന്റെ ഉള്ളിൽ ഒരു ആക്രമണം നടത്തിയിട്ട് അതിന് ഇറാൻ പ്രത്യാക്രമണം നടത്തുന്ന രീതിയിൽ ഖത്തറിന്റെ ഉള്ളിലേക്ക് ഒരു ആക്രമണം, അതുപോലെ തന്നെ ഇറാഖിന്റെ ഉള്ളിലേക്കുള്ള US ബേസിലേക്കുള്ള ആക്രമണം, ഇത് രണ്ടും നടത്തിയ ആ ഒരു സാഹചര്യത്തിൽ, ആ മൊമെന്റിൽ മിഡിൽ ഈസ്റ്റിനെ ഒരു ചർച്ചാ വിഷയമാക്കി കാണിച്ചുകൊണ്ട് ചൈനയുടെ റിക്വസ്റ്റും മാനിച്ചുകൊണ്ട് പുടിൻ നടത്തിയ അപ്രോച്ചാണ് ഇവിടെ വിജയിച്ചത്. അതാണ് നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അങ്ങനെ വിജയിച്ചത് കൊണ്ട് തന്നെ ആ മൊമെന്റിൽ ട്രംപിന് ഒരു നീക്കങ്ങൾ നടത്താൻ പറ്റാത്ത സാഹചര്യത്തിലാണ് പുള്ളി തന്നെ സ്വമേധയാ 2 രാജ്യങ്ങളുമായിട്ടും കൺസൾട്ടിങ് പോലും ചെയ്യാണ്ട് നിങ്ങൾ രണ്ടുപേരും നാളെ യുദ്ധം നിർത്തിയിരിക്കണം എന്നുള്ള നിലയിലുള്ള പോസ്റ്റ് ഇട്ട് ഈ യുദ്ധത്തിലേക്ക് ഒരു ഫോഴ്സ്ഡ് സീസ് ഫയർ കൊണ്ടുവന്നത്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, റഷ്യ ഇപ്പോഴും ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഇപ്പോൾ ഉക്രൈനിലെടുത്താലും ഉക്രൈനിൽ ഏതാണ്ട് 3/4 സ്ഥലം റഷ്യ കയ്യേറി വെച്ചിരിക്കുകയാണ്. ഇതൊക്കെ നോക്കുമ്പോഴത്തേക്കും ഇപ്പോഴത്തെ നിലവിലെ സ്ഥിതിഗതി എന്ന് പറഞ്ഞാൽ, ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, ട്രംപ് ഇറാന്റെയും ഇസ്രായേലിന്റെയും യുദ്ധം നിർത്താൻ വേണ്ടിയിട്ട് സംസാരിക്കുന്ന സമയത്ത് എന്തിനാണ് ചൈനയ്ക്ക് ഓയിൽ മേടിച്ചോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ആ ഒരു പോയിന്റ് അവിടെയാണ് ട്രംപ് വിടുവായിത്തരം പറഞ്ഞത്. അപ്പോൾ ട്രംപ് ഓപ്പൺ ആയിട്ട് തന്നെ ട്രംപിന്റെ വായിൽ നിന്നും അറിയാതെ വന്നുപോയി. കാരണം അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ സീസ് ഫയർ ഇൻടാക്ട് ചെയ്തിരിക്കുന്നത്. ചൈനയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കണ്ണി. കാരണം യുദ്ധം നിർത്തിയില്ല എന്നുണ്ടെങ്കിൽ ചൈന അമേരിക്കയുമായിട്ട് ഒരാഴ്ചയ്ക്ക് മുമ്പ് നടത്തിയ ഒരു ചർച്ചയുണ്ട്. ആ ചർച്ചയിലാണ് 55% താരിഫും അതേപോലെ തന്നെ തിരിച്ച് 10% 15% താരിഫ് എന്നുള്ള നിലയിൽ ചൈനയും അമേരിക്കയും തമ്മിൽ ഒരു അമിക്കബിൾ സൊല്യൂഷൻ കൊണ്ടുവന്നിട്ട് റെയർ എർത്ത് മിനറൽസിന് വേണ്ടിയിട്ട് ഒരു അപ്രൂവൽ കിട്ടി ട്രംപ് പോയത്. അപ്പോൾ വീണ്ടും ചൈന തിരിയും എന്നുള്ള രീതിയിലുള്ള മെസ്സേജും കൂടി കൺവേ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇത് അമേരിക്കൻ എക്കോണമിയെ നല്ല രീതിയിൽ ബാധിക്കും. അതുകൊണ്ട് തന്നെ ഈ ഓയിലിൻ്റെ പ്രൈസ് ആണെങ്കിൽ വീണ്ടും ഉയർന്നു പോകുന്ന സാഹചര്യമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ട്രംപ് ശരി എന്നാൽ പിന്നെ ഈ ഒരു മൊമെന്റിൽ നമുക്കിതൊന്ന് വിട്ടുപിടിക്കാം എന്നുള്ള നിലയിൽ തീരുമാനമെടുത്തതായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ അങ്ങനെ ആ ഒരു വിദ്വേഷം മനസ്സിൽ കിടപ്പുണ്ട്. അങ്ങനെയാണ് നാറ്റോയിലേക്ക് പോയത്. കറക്റ്റ് നെക്സ്റ്റ് ഡേ തന്നെ നാറ്റോയുടെ മീറ്റിംഗ് വന്നു. നാറ്റോയിൽ പോയി പങ്കെടുത്തു. G7 പോയി പങ്കെടുത്തപ്പോഴത്തേക്കും യൂറോപ്യൻ രാജ്യങ്ങളോട് ഏത് രീതിയിലുള്ള അപ്രോച്ചാണ് ട്രംപ് കാണിച്ചത് എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. അപ്പോൾ ആ രീതിയിൽ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് മുന്നോട്ട് പോയ ട്രംപ് ഇവിടെ നാറ്റോ സഖ്യത്തിലേക്ക് വന്ന സമയത്ത് ആ മീറ്റിംഗിൽ വളരെ പീസ്ഫുൾ ആയിട്ട് വളരെ അഡോറബിൾ ആയിട്ടാണ് വന്ന് ഈ ഒരു മീറ്റിംഗ് പങ്കെടുത്തതായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. വളരെ പ്ലീസിംഗ് പേഴ്സണാലിറ്റിയോട് കൂടിയാണ് വന്ന് ജോയിൻ ചെയ്തത് നാറ്റോ മീറ്റിംഗിൽ. 2025 അതായത് ഈ വർഷം തീരുന്നതിന് മുമ്പ് തന്നെ 50 ബില്യൺ ആയുധം ഉക്രൈൻ ഇറക്കി കൊടുക്കാൻ സമ്മതിച്ചിരിക്കുകയാണ് ട്രംപ്. ഇതൊരു സുപ്രധാനപ്പെട്ട ഡീലാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ റഷ്യ ഉക്രൈൻ വിഷയത്തിൽ നിർണായകമായിട്ടുള്ള ചില തീരുമാനങ്ങൾക്ക് വഴിയൊരുക്കും. ഇതുവരെ തടഞ്ഞു വെച്ചിരുന്ന ആയുധങ്ങൾ ഉക്രൈന് കൊടുക്കാൻ സമ്മതിച്ചിരിക്കുകയാണ് ട്രംപ്. 50 ബില്യൻ്റെത്. അത് വളരെ ഷോർട്ട് ടൈമാണുള്ളത് കേട്ടോ. അതായത് ഇപ്പം ജൂലൈ തുടങ്ങാൻ പോകുന്നത്. ജൂലൈ മുതൽ ഡിസംബർ വരെ എനിക്ക് കഷ്ടിച്ച് 6 മന്ത്സ്. ഈ 6 മന്ത്സിനുള്ളിൽ 50 ബില്യൺ ആയുധം കൊടുക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 50 ബില്യൺ എന്ന് പറയുമ്പോഴത്തേക്കും ഏതാണ്ട് ഒരു മാസം ഏതാണ്ട് 8-9 ബില്യൺ ആ റേഞ്ചിൽ വെപ്പൺസ് വന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കും ഉക്രൈനിൽ. അപ്പം അതായത് റഷ്യയെ ഒരു സൈഡിൽ ഒതുക്കി നിർത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അതായത് റഷ്യയെ കുറച്ചുകൂടെ ഡീസ്റ്റെബിലൈസ് ചെയ്യുക. അതാണ് ട്രംപ് ഉദ്ദേശിക്കുന്നത്. റഷ്യയെ കുറച്ചുകൂടെ ഡീസ്റ്റെബിലൈസ് ചെയ്തിട്ട് വീണ്ടും ഇറാനിലേക്ക് തിരിച്ചു വരും എന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ട്രംപ് പറഞ്ഞത് ഇറാന്റെയും ഇസ്രായേലിന്റെയും യുദ്ധം റെസ്യൂം ചെയ്യും വെരി സൂൺ എന്ന് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. ഇത് എന്ത് അടിസ്ഥാനത്തിലാണ്, എന്ത് ബേസിസിലാണ് പറഞ്ഞത് നമുക്കറിയത്തില്ല. ട്രംപ് രാവിലെയും വൈകിട്ട് മാറി സംസാരിക്കുന്ന ആളാണ്, നമുക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ എങ്ങനെയായാലും അയാളൊരു യുദ്ധം നിർത്തി, പക്ഷെ അത് വീണ്ടും തുടങ്ങുമെന്നുള്ള സ്റ്റേറ്റ്മെന്റും കൂടി പറയുന്നുണ്ട്. അതിലുപരിയായിട്ട് മിഡിൽ ഈസ്റ്റിലേക്ക് ഏറ്റവും കൂടുതൽ അമേരിക്കൻ ഷട്ടിൽസ് വന്ന് ഇറങ്ങുന്നുണ്ട്. ഇതും എന്തിന്റെ ബേസിലാണെന്ന് അറിയത്തില്ല. യുദ്ധം നിർത്തി സീസ് ഫയറിലോട്ട് മുന്നോട്ട് പോയ ഇറാൻ ഞങ്ങൾ ഒരു രീതിയിലും സീസ് ഫയർ അംഗീകരിച്ചിട്ടില്ല, ഞങ്ങൾ ഒരു എഗ്രിമെന്റും സൈൻ ചെയ്തിട്ടില്ല, ഞങ്ങളെ അടിച്ചാൽ ഞങ്ങൾ തിരിച്ചടിക്കും എന്നുള്ള നിലയിൽ ഭയങ്കര വിജയാഘോഷം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാതെ ഒരു യുദ്ധം വേണ്ട എന്നുള്ളൊരു മനോഭാവം ഇറാനുള്ളതായിട്ട് നമുക്ക് തോന്നിയിട്ടില്ല. ഈ ഷഗ്മാനി എന്ന് പറഞ്ഞ ആയത്തുള്ള ഖൊമേനിയുടെ ചീഫ് ഓഫ് സ്റ്റാഫിലുള്ള ഒരു വ്യക്തിയാണ്. IRGCയുടെ തന്നെ സീനിയർ കമാൻഡറാണ്. ഈ ഇസ്രായേൽ ആക്രമിച്ച ദിവസം തന്നെ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തയാണ് കൊടുത്തിരുന്നത്. പിന്നെ ഹോസ്പിറ്റലൈസ്ഡ് എന്നുള്ള വാർത്ത വന്നു. പിന്നെ വീണ്ടും ഇതാ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തയാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇസ്മായിൽ ഖാനി എന്ന് പറഞ്ഞൊരു വ്യക്തിയും കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ആദ്യം ടാർഗറ്റ് ചെയ്ത ഒരു 7 പേരുണ്ടായിരുന്നു.
ആ 7 പേരിനോടൊപ്പം ഒരു +4 ഉണ്ടായിരുന്നു. ആ +4 ടാർഗറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് ഈ ഇസ്മായിൽ ഖാനിയുടെ മേളിൽ ഞാനൊരു ഡൗട്ടും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് മൊസാദിന്റെ വല്ലതും ഏജന്റ് ആയിരിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള രീതിയിൽ. ഈ ഒരു വ്യക്തിയെ മൊസാദ് ഉപദ്രവിച്ചിട്ടില്ല. അത് എന്തുകൊണ്ടാണെന്ന് നമുക്കറിയത്തില്ല. ഈ വ്യക്തിയുടെ പേരിൽ ഓൾറെഡി തന്നെ ആരോപണങ്ങൾ ഇറാന്റെ ഉള്ളിലുണ്ട്, മൊസാദിന്റെ ഏജന്റ് ആണോ എന്നുള്ളത്. കാരണം ഇസ്മായിൽ ഹാനിയ കൊല്ലപ്പെട്ട സമയത്തും പുള്ളിയുടെ പ്രസൻസ് ഉള്ളതായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഹസൻ നസറുള്ള കൊല്ലപ്പെട്ട സമയത്തും ഈ ഇസ്മായിൽ ഖാനിയുടെ പ്രസൻസ് ഉള്ളതായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അങ്ങനെ ഇസ്മായിൽ ഖാനിയെ കുറച്ചുനാൾ കൊണ്ട് തന്നെ ഇറാൻ സപ്രസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. വലിയ ആക്റ്റീവ് ആയിട്ടുള്ള റോളൊന്നും കൊടുക്കുന്നില്ല, ഒരു മൂലയിലും ഒതുക്കി വെച്ചിരിക്കുകയാണ്. ആരോപണങ്ങളുണ്ട്, എൻക്വയറി ഒക്കെ ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട്. ഈ IRGCയുടെ കുറേ ആൾക്കാർ കൊല്ലപ്പെട്ടു. അതിൽ കുറച്ച് പേരുടെ സംസ്കാരം ഇന്ന് ഇറാനിൽ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സെറമണിയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് വന്ന സ്ഥലത്താണ് സിവിൽ ഡ്രസ്സിൽ ഇസ്മായിൽ ഖാനി അവിടെ പ്രത്യക്ഷപ്പെട്ടതായിട്ട് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ കൺഫേംഡ് ആയിട്ടുള്ള വാർത്ത തന്നെയാണ്. ഇസ്മായിൽ ഖാനി കൊല്ലപ്പെട്ടിട്ടില്ല. കഴിഞ്ഞ 4 ദിവസമായിട്ട് ആയത്തുള്ള അലി ഖമനിയെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് ഇവർക്ക് ഈ വാർത്ത എവിടെ നിന്ന് കിട്ടുന്നത് നമുക്കറിയത്തില്ല. പക്ഷേ ന്യൂയോർക്ക് ടൈംസ് ആണ് ഈ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അവർ പറഞ്ഞിരിക്കുന്നത് സുപ്രീം ലീഡർ മിസ്സിംഗ് ആണ്, 4 ദിവസമായിട്ട് പുറത്തിറങ്ങിയിട്ടില്ല. അപ്പം ഈ മൊസാദ് ആണെങ്കിൽ ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്, നമ്മളുടെ പ്രവർത്തനങ്ങൾ ഇറാൻ്റെ ഉള്ളിൽ തുടരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഡേവിഡ് ബാർണിയ എന്ന് പറഞ്ഞ മൊസാദിൻ്റെ ചീഫാണ് ഈ വിഷയം ഇന്നലെ ഇസ്രായേലിൻ്റെ ഉള്ളിൽ സംസാരിച്ചത്. ആയത്തുള്ള ഖമനേയി ഒന്നെങ്കിൽ ഒരു പ്രസ്താവന ഇറക്കണം, ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു വീഡിയോ എങ്കിലും പുറത്തിറക്കണം. അപ്പോൾ കഴിഞ്ഞ 4 ദിവസമായിട്ട് ആയത്തുള്ള ഖമനേയിയുടെ അടുത്ത് നിന്ന് യാതൊരുവിധ മെസ്സേജോ അല്ലെങ്കിൽ പബ്ലിക് അപ്പിയറൻസോ ഉണ്ടായിട്ടില്ല. അതായത് യുദ്ധം നിർത്തി IRGCയിൽപ്പെട്ട ഇസ്രായേൽ വധിച്ച കുറേ ആൾക്കാരുടെ ബോഡീസൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. ഇവരുടെയൊക്കെ ശവസംസ്കാരം നടക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതിലൊക്കെ ആയത്തുള്ള ഖമനേയിയുടെ പ്രസൻസ് അവിടുത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ആയത്തുള്ള ഖമനിയെ കാണാനില്ല. അപ്പോൾ ഈ ഒരു വാർത്തയാണ് ന്യൂയോർക്ക് ടൈംസ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഇത് ജസ്റ്റ് ഒരു ഇനിഷ്യൽ സ്റ്റേജിൽ വന്നിരിക്കുന്ന വാർത്തയാണ്. ഇനി കൂടുതൽ വിവരങ്ങൾ ഇതിനെക്കുറിച്ച് അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പ്രാഥമികമായിട്ട്